നമുക്ക് ഇന്ന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എനിക്ക് പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്, ഞാനിപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ കുറേ ആൾക്കാർ വീടില്ല, അവരുടെ അഭ്യർത്ഥനയൊക്കെ എന്നെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു. ഞാനതൊക്കെ വാങ്ങിക്കും കേട്ടോ. പക്ഷേ ഞാനത് ഇപ്പോൾ ഗോപാലേട്ടനോട് സംസാരിച്ചു. ഗോപാലേട്ടൻ പറയായിരുന്നു, ഗോപാലേട്ടൻ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കോളേജ് ഉണ്ട്, നിങ്ങൾക്കറിയുന്ന പോലെ വെഞ്ഞാറമൂടിലാണ് തിരുവനന്തപുരത്ത്. ഈ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിലെ ഒരു 120ഓളം അമ്മമാരും ഒക്കെ അടങ്ങിയ ഒരു ആളുകളെ അദ്ദേഹം താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 10-25 പേരെ കൂടെ ഞാൻ താമസിപ്പിക്കാന്നേ എന്ന് ഗോപാലേട്ടൻ എന്നോട് പറഞ്ഞു. അത് ഗോപാലേട്ടൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ എനിക്കൊരു കൊതി. ഗോപാലേട്ട ഒന്ന് എഴുന്നേറ്റ് ഗോപാലേട്ട. അത് ഗോപാലേട്ടൻ തന്നെ പറയട്ടെ. പ്രിയമുള്ളവരെ, ഗോകുലം പല പ്രോജക്റ്റുകളും ചെയ്യുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ കൂടെ തന്നെ. അതിൻ്റെ കൂടെ വന്ന ഒരു കാര്യം, പ്രായമുള്ള ആളുകളെ ആരും അച്ഛനമ്മയും നോക്കാൻ ഭാഗ്യമിൽ നഷ്ടപ്പെട്ട കുറേ അമ്മമാർ ആരും നോക്കാം. ഉറുമ്പരിക്കുമ്പോൾ നാട്ടുകാരെടുത്തു കൊണ്ടുവന്ന് വിട്ട ആൾക്കാരാണ് 120ഓളം ആളുകൾ. ഇപ്പോൾ ചില ആൾ സുഖമായിട്ട് പോകുന്നുണ്ട്, ചില 5, 6, 8, 10 കൊല്ലത്തോളം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 15 വർഷമായി ഞാൻ ആരംഭിച്ചിട്ട്. ഇന്നും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ആരും നോക്കാനുള്ള ആളില്ലെങ്കിൽ അവരെ നമ്മൾ നോക്കാം എന്നുള്ളതാണ്. അതെൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുവാണ്. കാരണം എത്രയോ എൻ്റെ അമ്മ 15 കൊല്ലത്തിന് മുമ്പ് നഷ്ടപ്പെട്ടാണ്. പക്ഷെ എത്രയോ അമ്മമാർ, അതേ മനസ്സുള്ള അമ്മമാർ, മക്കൾ വിട്ട അമ്മമാർ, സ്നേഹം കൊടുത്ത് സ്നേഹം തിരിച്ചു കിട്ടാത്ത അമ്മമാർ, അവരെ ഞങ്ങൾ വളർത്തുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് വരാം. അവിടെ ഞങ്ങൾ എല്ലാം ഫ്രീ, ഒന്നും ആവശ്യമില്ല. എല്ലാം മരുന്ന്, വസ്ത്രങ്ങൾ, ഡോക്ടർമാർ, ഏത് അസുഖം വന്നാലും ഡോക്ടർമാരെ നോക്കുന്ന ഒരു സൗകര്യം, ഇത്രയും സൗകര്യങ്ങളുള്ള ഒരു സൗകര്യമാണ് ഞാൻ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതെൻ്റെ ജീവിതത്തിൽ ഒരു സൗഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ സൗഭാഗ്യം ഇല്ലാണ്ട് കിട്ടുന്ന എല്ലാ മക്കളും അമ്മമാരെ നോക്കണം. അതേസമയത്ത് നോക്കാനില്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരെ നോക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പല ആളും നമ്മുടെ ശ്രീകണ്ഠൻ നായരാണ് അല്ലേ? ശ്രീകണ്ഠൻ നായരോട് നിങ്ങൾ സംസാരിക്കുന്നപ്പോൾ കേട്ടു. തീർച്ചയായും അവരൊക്കെ ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സന്മനസ്സോടെ വരാം, നിങ്ങളെ ഞങ്ങൾ നോക്കാം. ഗോപാലേട്ട ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ ആഷ്മിയുടെ കവളിങ്ങനെ കിടന്ന് തുടിക്കുന്നു. കാശ്മീരുടെ തുടിക്കുന്നു. ഞാൻ ഗോപാലേട്ടന് നല്ല മനസ്സിന് നന്ദി പറഞ്ഞു തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗോപാലേട്ടന് ഉള്ളിക്ക് ഒരു ഉമ്മ തരണമെന്ന് തോന്നുന്നു. ഉമ്മ കൊടുക്കും ഗോപാലേട്ടൻ. ഗോപാലേട്ടന് ഉമ്മ കൊടുക്കും. ഇതേ കൂടുതൽ എന്ത് പിന്നെ ഉമ്മയോട് ഉമ്മ. ഓക്കെ ഗോപാലേട്ട, പ്ലീസ്. ആലിംഗർത്താൻ ഉമ്മ വേണോ? വേണ്ടല്ലേ? ആലിംഗർത്താൻ ഉമ്മയുടെ ആക്രമണം വേണ്ടല്ലോ. ഇത് ആഷ്മി, ഇത് സുസ്മിതയാണ്. എഴുന്നേറ്റ് സുസ്മിത, നമ്മുടെ സുഗമോ ദേവി. സുഖമല്ല, എങ്ങനെയുണ്ട്? സുഗമോ ദേവിയിലെ ദേവിക്ക് തീരെ സുഖമില്ല. നന്നാവുന്നുണ്ട് കേട്ടോ, അല്ല സൂപ്പർ ആവുന്നുണ്ട്. ഞാൻ സീരിയല് കാണാത്ത ആളായിരുന്നു, കണ്ടു തുടങ്ങി. കരച്ചിലൊക്കെ കണ്ടിരിക്കുമല്ലോ. നോക്കാം ഒരുപാട്. ഈ കൊച്ചെങ്ങനെ കരയുന്നു ഞാൻ ആലോചിച്ചു. അങ്ങനെയുണ്ട്? സീരിയലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നന്നായി പോകുന്നു. സുസ്മിതയുടെ വീട് ശരിക്കും എവിടെയാ? ഇവിടെ ഗുരുവായൂർ പാവട്ടി അടുത്ത്. എപ്പോഴും ദുഃഖപുത്രിയായിട്ടാണോ TV വരുന്നത്? അതെ. ഇനി നമുക്കൊരു അടിപൊളി വേഷം വേണം. എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട് സീരിയലിൽ തന്നെ. ഇതിപ്പോ ഒരു എത്ര എപ്പിസോഡ് വേണം? 2000 എപ്പിസോഡ് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലത്. എനിക്കൊന്ന് സുസ്മിതയുടെ 21ാമത്തെ വയസ്സിലാണ് ഈ സീരിയൽ തുടങ്ങിയത്. സുസ്മിതയുടെ 34ാമത്തെ വയസ്സിൽ ഇത് അവസാനിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അന്ന് വിട്ടേച്ച് പൊക്കളയരുത് ഈ സീരിയൽ. അപ്പൊ നമ്മുടെ ഇരിക്കൂ സുസ്മിത. താങ്ക് യു. ഉമ്മ വേണം. ഞാന് ഇത് ആഷ്മി ഏൽപ്പിച്ചിരിക്കുക ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഉമ്മകൾ കൊടുക്കാൻ. ഓക്കെ. ഡെയിൻ, നമ്മുടെ റൊമാൻറ്റിക് ഹീറോ ഫ്രം മ്യൂസിക് ലൈവ്. നമസ്കാരം. അതെ. ഇവിടെ യഥാർത്ഥത്തില് സ്റ്റാർ മാജിക്കില് ആഷ്മിയെ വെല്ലുവിളിക്കാൻ ഉയരമുള്ള ഏക കക്ഷിയാണ്. ഒന്നുമില്ല. ഇത് 6 അടി 3 ഇഞ്ച്, ഇത് 6 അടി 2 ഇഞ്ച്. വളരെ സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ, പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം.
ഒരു 2 വരി പാടിക്കുള്ളൂ, നാടൻ പാട്ട്. രണ്ടൊരു പാട്ട്. 2 വരി പാടാവൂ. കുമ്പളങ്ങിക്കായലിലെ കരിമീൻ കഴിച്ചോ, കണ്ണമാലി കടലിൽ കണമ്പ് വന്നു, കണ്ടക്കടവിലെ കടവ് കണ്ടോ, കുട്ടന്റെ കടയിലെ കട്ടൻ കുടിച്ചോ, ടീമേ ടീമേ ടീം ടീമേ 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 ടീമേ. താങ്ക് യു. ഡെയിൻ ഒരു സെക്കൻഡ് വരുന്നു, ഇങ്ങോട്ട് മാറി. ഡെയിൻ പാട്ടൊക്കെ പാടുവോ? ഡെയിൻ കല്യാണം കഴിച്ചോ? ഡെയിന് എല്ലാ എപ്പിസോഡിലും പറയുന്ന കാര്യം, ഞാൻ പുര നിറഞ്ഞു നിൽക്കുക, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിക്കണമെന്ന്. എന്തോ ഡെയിൻ എൻ്റെ രഹസ്യം? അത് വെറുതെ ഇളക്കാൻ വേണ്ടി പറയുന്നതാണ്. ഡെയിന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ രഹസ്യം ഞാൻ കാത്തിരിക്കുന്നു. ഡെയിന് നല്ലതേ വരൂ. ആ പെങ്കൊച്ചിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ, താങ്ക് യു ഡെയിൻ. അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇങ്ങോട്ട് വരികയാണ്. കുറേ പേര് എന്നോട് എന്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആഷ്മി ചോദിച്ചാൽ അറിയാം. എവിടുന്നാ? ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. പേര് ഷാന സേഡി. ഇത് ഞാനൊരു ടൈപ്പ് 1 ഡയബറ്റീസ് കൂട്ടായ്മേന്റെ ഭാഗമായിട്ട് വന്നാണ്. എന്തോ സംഘടന പോലെ ഉണ്ടോ? അതെ, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് ഞാൻ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്. എൻ്റെ മോള് 3.5 വയസ്സിൽ ഡയബറ്റിക് ആയതാണ്. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ഇവിടെ വരാൻ ഉണ്ടായ ഒരു സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉഷ മാം ശ്രീകണ്ഠ സാറിൻ്റെ വൈഫിൻ്റെ പ്രാർത്ഥനയും ശ്രീകണ്ഠ സാറിൻ്റെ പ്രാർത്ഥനയും കൊണ്ടാണ്. എപ്പോഴും ഞങ്ങൾ വിളിക്കുമ്പോൾ മാം പറയും, ഈ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ദൈവം എന്തെങ്കിലും ഒരു വഴി തരണേന്നാണ് മാം എന്നും രാവിലെ. അതെ. അപ്പം എൻ്റെ മോള് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ 6 നേരം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ഒരു ഈ മോളുടെ ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 4th ക്ലാസ്സിൽ പഠിക്കുന്നത്. 6 തവണ ഇൻസുലിൻ എടുക്കേണ്ട കുട്ടിയാണ്. നിങ്ങൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു ടൈപ്പ് 1 ഡയബറ്റിക്കിന് രോഗിയായിപ്പോയ മോളാണ്. ഈ മോളെയൊക്കെ നമുക്ക് സംരക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കണം, ഒരു കുടക്കീഴിൽ നിൽക്കണം. കക്ഷി രാഷ്ട്രീയമൊക്കെ അതിൻ്റെ വഴിക്ക് പോട്ട്, നമുക്ക് ഒന്നിച്ച് നിൽക്കണം. അതുപോലെ മോളുടെ കയ്യിലൊരു സെൻസർ വെച്ചിട്ടുണ്ട്. ഈ സെൻസർ മോള് സ്കൂളിൽ പോയാലും എനിക്ക് വീട്ടിലിരുന്ന് ഷുഗർ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടുന്ന് തന്ന ബോക്സിലുണ്ടായിരുന്ന ഞങ്ങൾ ഉണ്ടാന്നാ പറയുക, ഉള്ളിൽ തേങ്ങ വെച്ചിട്ടുള്ളത്, അതും കട്ട്ലറ്റും കഴിച്ച് അപ്പം 250 വരെ ഷുഗർ പോയി. എന്നിട്ടേ താഴുള്ളൂ. അപ്പം ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് മുഴുവൻ ഷുഗറാണ് കൂടി നിൽക്കുന്നത്. അപ്പം ഉഷ മാമിനെ ഞങ്ങൾ ഒരു അമ്മയുടെ സ്ഥാനത്തും അതുപോലെ തന്നെ ദൈവത്തിന്റെ സ്ഥാനത്തുമാണ് ഉഷ മാമിനെ ശ്രീകണ്ഠ സാറിനെയും കാണുന്നത്. അർച്ചന എവിടെ? ആഷ്മി പാട്ട് പാടുവോ? ആഷ്മി ഈ കുഞ്ഞു പാട്ട് മോള് പാടുവോ? ആ മോള് 2 വരി പാടട്ടെ. പാടാവോ? ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ, അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. താങ്ക് യു മോളെ. മോളുടെ പേരെന്താ പറഞ്ഞേ? ഭദ്ര. ഓക്കെ. ഇവിടെ എവിടെയോ നമ്മുടെ ഷക്കീന ഉണ്ടായിരുന്നല്ലോ. അർച്ചന എവിടെ ഉണ്ടായിരുന്നു? അർച്ചന പോയി കഴിഞ്ഞോ? ഓക്കെ, നോക്കാം. സാറേ, സാറിൻ്റെ ഒരു കഴിവ് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം തന്നെയാണ്. ഇത്ര ഒറ്റ വരി തീർക്കുക, നമ്മൾ സ്തുതി പറയാതെ പരസ്പരം സഹായിക്കുക. അതിൽ ഞാൻ പറയാം, ഈ ട്രിക്സ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ വാർത്താ രംഗങ്ങളിലും ചാനൽസിലൊക്കെ ഒരുപാട് ട്രിക്കുകൾ ഉപയോഗിക്കുന്ന സാറാണ് നിങ്ങൾ. അപ്പോൾ ഒരു വർഷങ്ങളായിട്ട്, ഒരു 5 വർഷമായിട്ട് നമ്മൾ ഇത്ര ഒരു എക്സ്പീരിയൻസ് കാണാൻ തുടങ്ങിയിട്ട് സംഭവമാണത്. പക്ഷെ എവിടെ നിന്ന് കിട്ടിയത് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ കിട്ടിയത്. ഓക്കെ. അർച്ചന എവിടെ? അർച്ചന വരുന്നുണ്ട്. അർച്ചന, ഇതാണ് നമ്മുടെ ഹർഷന. ആഷ്മി, ആഷ്മിയുടെ ഒരു കനഗംഭീരമായ ശബ്ദത്തിൽ അർച്ചനയോട് ചോദിക്കൂ. അലസ്കേൻ സമാനതകളില്ലാത്ത വലിയ പോരാട്ടം നടത്തിയതാണ് അർച്ചന. വലിയ എന്താണ് 15 ലക്ഷം മത്സരിച്ചു, കുറെ കാശ് കയ്യിൽ കിട്ടി. അതെ, നല്ല കാലമാണ്. നല്ല കാലമാണോ? ആയി. എന്തായാലും വലിയൊരു പോരാട്ടം നടത്തി, തെരുവിലിരുന്നു എന്ന് പറഞ്ഞാൽ അനുഭവിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ കുറ്റത്തിന് അനുഭവിച്ച വേദനയ്ക്ക് വേണ്ടി നീതി പിടിച്ചു വാങ്ങി, അല്ലേ? കട്ടക്ക് നിന്നു, അല്ലേ? തീർച്ചയായും. 24 എന്താ പറയാ, അർച്ചനയുടെ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എൻ്റെ ഓർമ്മ
അതായത് ഒരു ശസ്ത്രക്രിയക്കിടയിൽ ഒരു 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കത്രിക വയറിൽ ഏതോ ഒരു ഡോക്ടർ മറന്നു വെച്ചു. ഇപ്പോൾ അതിൻ്റെ ഡോക്ടർമാരെ പ്രതിയാക്കി കേസെടുത്തിരിക്കുകയാണ്. അർച്ചന ഇതിനായിട്ട് 104 ദിവസം സമരം ചെയ്തു, തെരുവിലിരുന്നു. അപ്പോൾ സമരം ചെയ്ത് അവസാനം പോലീസ് അന്വേഷണം നടത്തി. പോലീസ് 4 പ്രതികളെ കണ്ടെത്തി. അതിൽ 2 ഡോക്ടേഴ്സ് ഉണ്ട് അല്ലേ, 2 നഴ്സുമാരും ഉണ്ട്. അപ്പോൾ ഏതാണ്ട് 5 കൊല്ലക്കാലമാണ് ഈ അർച്ചന ഈ വയറിൽ കുടുങ്ങിയ കത്രികയുമായിട്ട് വേദന നിന്ന് സഹിച്ചത്. നമ്മൾ ലൈസൻസ് ഉള്ള സാധനമൊന്നുമല്ല വയറ്റിൽ ഇങ്ങനെ ഇരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നമായിരുന്നു. ആ വേദനയുടെ കാലം ഒരു വരിയിൽ ഒന്ന് അനുസ്മരിച്ചാൽ ഒരുപാട് അസുഖങ്ങളുണ്ടായി. നമ്മളാണ് 24 ആണ് വാർത്ത ആദ്യം റിപ്പോർട്ട് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതന്നെ, അതുകൊണ്ട് തന്നെ 24-ന് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിയത് 24-ലൂടെയാണ്. അതുകൊണ്ട് തന്നെ സമൂഹം എന്താ പറയുക, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും അത്രയും ആത്മാർത്ഥതയോടുകൂടി എന്നോട് കൂടെ നിന്നു. പിന്നെ നമ്മുടെ 3-4 പേര് പോകാനായിട്ട് തുടങ്ങും. നിങ്ങൾ പൊക്കളെ ഇങ്ങോട്ട് വന്നിട്ട് പോകും, നമ്മളൊന്ന് കണ്ടിട്ട് പോകും. ഓക്കെ, ആ അർച്ചന പറഞ്ഞോളൂ. അപ്പോൾ അത്രയും ഒരു സാധാരണക്കാരന് നീതി വൈകുന്നു അല്ലെങ്കിൽ നീതിയിലേക്ക് എത്താനുള്ള ദൂരം ഒരുപാടാണ് എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു പോരാട്ടത്തിലേക്ക്, ഒരു സമരമുഖത്തേക്കൊക്കെ സാധാരണക്കാരിയായ ഞാൻ എത്തിപ്പെട്ടതും ഇപ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നീതി കിട്ടുന്നത് എനിക്ക് മാത്രമല്ല, സമൂഹത്തിന്. ഇതുവരെ ഒരു ചികിത്സാ പിഴവ് കൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് രൂപത്തിൽ കഷ്ടപ്പെടുന്നവരുണ്ട്. 100% ചികിത്സാ പിഴവാന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ എന്താ പറയുക, അതിനൊരു നീതിപൂർവമായ ഒരു സമീപനം ഈ ഒരു അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. 5 വർഷത്തോളം സഹിച്ച എനിക്കറിയാം എത്രത്തോളം വേദന ഉണ്ടെന്ന്. ഒരുപാട് ആളുകൾ മരണപ്പെട്ട് വരെ പോകുന്നുണ്ട്. ഒരു പക്ഷേ ഒരിക്കലും നമ്മൾ ആരോഗ്യപ്രവർത്തകർക്കോ ഡോക്ടേഴ്സിനോ എതിരല്ല, പക്ഷേ ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ അത് അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും ഇതെടുത്തതിന് ശേഷം 1.5 വർഷത്തോളമായിട്ട് പോരാട്ടത്തിലാണ്. പൂർണ്ണ നീതിയിലെത്താൻ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ കർഷന, താങ്ക് യു. ആഷ്മി, അതിൻ്റെ ഇടയ്ക്ക് 3-4 പേര് അവർ ഇരുന്ന് മടുത്തിട്ട് അപ്പോൾ അവരെ നമുക്കൊന്ന് കണ്ട് പോവാണോ? അയ്യോ, ഇവിടെ കലാപരിപാടിയിലൊക്കെ അടക്കമല്ലേ ശരിക്കും. അമ്മ പോവാണോ? എന്തുപറ്റി? പോവാണോ? അയ്യോ, കണ്ടതിൽ സന്തോഷം. ദൈവം എത്ര സന്തോഷം. ഞാൻ കരളിയിലോരായിരം അയ്യോ എന്ന് പറ. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ ഇതാ നീ വീണ്ടും ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായേതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീതികളിൽ. സന്തോഷം. അപ്പൊ പോവായിരുന്നോ? നിങ്ങൾ എവിടുന്നാ വന്നേ? ഞങ്ങൾ മാലിയങ്കര പറവൂര്. ഞങ്ങൾക്കൊരു അച്ഛനും അമ്മനെയും ഇത്ര ചൂടൊന്നും പാടില്ല എന്റെ ഭർത്താവാണ്. ഞങ്ങളുടെ ഈ ഒക്ടോബർ 19 60 കൊല്ലവും കല്യാണം കഴിഞ്ഞിട്ട് ഇതെന്റെ സാറേ, ഞങ്ങൾക്കൊരു സമേത നാട്യവേദിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഫ്ലവേഴ്സിൽ ഒരു പങ്കെടുക്കണം എന്നുണ്ട് പരിപാടിയിൽ. അതിന് പങ്കെടുക്കണം. അതിനൊരു അവസരം ഉണ്ടാക്കി തരണം. കാണാൻ. അതെ, ഞങ്ങൾ യു എസില് ഫിലാഡൽഫിയയിൽ നിന്ന് വന്നതാണ്. കാണാനായിട്ട് ടിക്കറ്റ് എടുത്ത് വന്നു. ഞങ്ങൾ ഇന്ന് മലപ്പുറത്ത് നിന്നാണ്. ഒരു ദിവസം മുട്ടട വന്നല്ലോ. അപ്പൊ നിങ്ങളൊക്കെ എനിക്കറിയാം വൈകിട്ട് ഇപ്പൊ ഇവരിൽ കുറച്ച് പേർക്കൊക്കെ പോകണം. ഇപ്പൊ കാര്യം ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇരിക്കാവുന്നിടത്തോളം ഇരിക്കുക. നമ്മളിതൊരു പ്രത്യേക ഒരു സംഭവമാണ്. അപ്പോൾ സന്തോഷം. അതിന്റെ വിശദാംശങ്ങൾ എടുത്താൽ മതിയേ. ഓക്കെ, നിങ്ങളൊക്കെ പോവാണോ? സാറിനെ കാണാൻ ഇരിഞ്ഞാലക്കുടന്ന് വരെയാണ്. അവിടെ വന്നിരുന്നു. കാക്കനാട് കാണാൻ പറ്റിയിരുന്നില്ല. ന്യൂസ് വായിക്കായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കിഷോർ സാറ് എന്നോട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ മകളുണ്ട്. സാർ വീടില്ല എന്ന് പറഞ്ഞു. കാഞ്ഞങ്ങാടുന്നാണ്. സാറൊക്കെയാണ് എനിക്ക് വാടക. സാറിനെ ഞാൻ കേരളോർമയിൽ പഠിക്കുമ്പോൾ തന്നെ അറിയും. 84-87 വർഷത്തില്. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഓക്കെ, നേരിട്ട് കാരണം ഞാൻ എന്നും കാണാറുണ്ട്.
വന്നതാണേ, നാളെ എത്തൂളെ പോവാനേ. ആ സാറേ, കാസർഗോഡ് വന്ന് കാണും. വാസി വിഷയങ്ങൾ പറഞ്ഞിട്ട് പണി പോവാം. പ്ലീസ് സാർ, ഒരു സെൽഫി. നമസ്കാരം, ഞാൻ കോഴിക്കോട് നിന്നാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് പിന്നെ വരാം. സാറേ, ഞാൻ സ്ട്രോക്ക് വന്ന് കിടപ്പുള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നു. നോക്കാം കേട്ടോ. ഓക്കെ, അമ്മ പറയാ, പറഞ്ഞോളൂ അമ്മ പറഞ്ഞോളൂ. ആദ്യമായിട്ട് ഫ്ലവേഴ്സിലെ എല്ലാ പ്രവർത്തകരെയും, പ്രത്യേകം ശ്രീകണ്ഠൻ സാറിനെയും ഉഷയെയും ഞാൻ എന്നെ അമ്മ അഭിനന്ദിക്കുകയാണോ? എന്നാ ഈ ഇരിക്കുന്ന മനുഷ്യനൊന്ന് അഭിനന്ദിച്ചേ, പുള്ളിക്ക് വിഷമൊന്നും. രാവിലെ സാറിൻ്റെ ചായക്കപ്പുമായിട്ടുള്ള വാർത്ത അത് നമ്മൾ നോക്കാം, തീർച്ചയായിട്ടും നോക്കാം കേട്ടോ. 2 മാസം 24 ആണ് വാടക കൊടുക്കണത്. ഇനി 1 മാസമേ വാടക കൊടുക്കുള്ളൂ. അപ്പൊ ഇനി ഞാൻ എവിടെ പോകും എൻ്റെ കുട്ടിയെ കൊണ്ട്? എൻ്റെ മോളും വന്നിട്ടുണ്ട്. പിരിവെടുത്താണ്, വെങ്ങാനൂർ പഞ്ചായത്തിന് പിരിവെടുത്താണ് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയത്. എൻ്റെ സ്ഥിതി മോശമാണ്, വളരെ ദയനീയമാണ്. ഞാൻ എവിടെ പോകും? എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല. +2 നല്ല മാർക്ക് വാങ്ങി, ഇപ്പോഴും വീട്ടിലാണ്. എൻ്റെ മകൾ അവിടെ ഇരിപ്പുണ്ട്, 18 വയസ്സായി. എന്താ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അമ്മയുടെ കാര്യം ഞാൻ കേട്ടു, നമുക്ക് നോക്കാം, തീർച്ചയായിട്ടും നോക്കാം. പരാതികളെല്ലാം, നിങ്ങളുടെ പരാതികളെല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു മാധ്യമം എന്നുള്ളതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് നമ്മൾ ചെയ്യും കേട്ടോ. കുട്ടികളൊന്നുമില്ല, 2 പെൺകുട്ടികളാണ്. നമ്മൾ അമ്മ വിഷമിക്കേണ്ട, നോക്കാം. നമ്മുടെ ജില്ലാ കോർഡിനേറ്റർ എല്ലാവരും നിങ്ങൾക്ക് ഏതെങ്കിലും ഓഫീസിൽ കൊടുക്കാനോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ജില്ലാ കോർഡിനേറ്റർ നിങ്ങളെ സമീപിക്കും, അല്ലെങ്കിൽ അവരെ നിങ്ങൾ സമീപിക്കുക, അവർ കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ ഏത് ജില്ലയാ? ഏത് ജില്ലയാ? തിരുവനന്തപുരം ജില്ല. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ കോർഡിനേറ്റർ നോക്കിക്കോളും കേട്ടോ, അവരോട് പറയാം. ഓക്കെ, നോക്കിക്കോളാം. അമ്മ പറഞ്ഞു അവരുടെ കാര്യമൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, അവരൊക്കെ നമ്മുടെ പ്രേക്ഷകർ. ഞാൻ രാവിലെ നാമം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് സാറിൻ്റെ വാർത്തകളാണ്. ആ ചായക്കപ്പുമായിട്ട് വന്ന് അത് ഭയങ്കര ഒരു പ്രചോദനമാണ്. അത് ഭയങ്കര. ഞാൻ ഒരു 60 വയസ്സായപ്പം ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഗാനരചന തുടങ്ങിയതാണ്. ഇപ്പം 12 വർഷമായിട്ട് ഞാൻ പാട്ട് എഴുതുന്നുണ്ട്. അപ്പോൾ ഒരു ലൈൻ ഒന്ന് പാടി, എഴുതിയ പാട്ടുണ്ട്. നിത്യസുമോഹിനി തേജോമയി കൂട്ടുമ്പൽ വാഴുന്ന സർവേശ്വരി കാരുണ്യമോലുന്ന കൈത്തലത്താൽ എന്നെ തലോടി അനുഗ്രഹിക്കൂ. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ അമ്മ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക. ഓക്കെ.